Hello. Welcome to Market Discussion of the Day. Today, November 13, 2024. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഫണ്ടമെൻ്റൽസിൽ ഒട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 2-3 ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ പറയുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ദിവസമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് CPI ഉണ്ട്, CPI, GDP അനൗൺസ്മെൻറ്റ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനത്തുള്ള ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് എന്താ പറയുക നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം നാളെ നമുക്ക് ഇനി നല്ല അവസരങ്ങൾ കിട്ടും, അതെടുക്കുന്നതല്ലേ നല്ലതല്ലേ. അപ്പോൾ CPI UK ടൈമിംഗ് വന്നിട്ട് 1:30 മണി, ഇന്ത്യൻ ടൈമിംഗ് വന്നിട്ട് 7 മണിക്കാണ് CPI. ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇതിന് മുന്നേ തന്നെ ഇപ്പോൾ ഒരു ഏകദേശം 1 മണി വരെ, ഇവിടെ ഇപ്പോൾ 9 മണിയായി, 1 മണി വരെ മാർക്കറ്റിന് വളരെ ചെറിയ മൂവ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. കാരണം CPI അവൈറ്റിംഗ് ആണ്, എല്ലാ ആൾക്കാരും വെയിറ്റിംഗ് ആണ് ഈ ഒരു മാർക്കറ്റ് എന്താ പറയുക, ആ ഒരു ന്യൂസ് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ സമയത്ത് മാറി നിൽക്കുക. അതിൻ്റെ കൂടെ പൊളിറ്റിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപും പഴയ US പ്രസിഡൻറ്റ് ജോ ബൈഡനുമായിട്ടുള്ളൊരു മീറ്റിങ്ങും ഇന്ന് ഉണ്ട്. അപ്പം അതിനകത്ത് എന്താ പറയാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ന്യൂസും കലണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള CPI ന്യൂസും വരുന്നത് കൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. നാളെ നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഡേയും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി നാളെ കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഈ ആഴ്ച വിട്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം. കാര്യം മാർക്കറ്റ് അത്ര അൺസർട്ടനായിട്ട് നിൽക്കുകയാണ്, എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൗണ്ടറും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് നേരെ ടെക്നിക്കൽസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് JPYയിലോട്ട് വന്നു കഴിഞ്ഞാൽ JPY മാത്രമാണ് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഡയറക്ഷൻ നമുക്ക് തരുന്നത്. JPY ഇന്നലെ 154 മുകളിൽ ബ്രേക്ക് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്ത് 155 വരെ ഇന്നത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. ഓക്കെ, 155 അവിടെ റെസിസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. അപ്പം ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ JPY ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു. എന്താണ്, ഞാൻ 154 മുകളിലായിട്ട് കയറി എന്നുള്ളൊരു 54 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൊരു കാര്യം കാണിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിക് ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലോങ്ങർ ടേമിൽ 156, അതിനുശേഷം 160, അതിനുശേഷം 162 വരെ പോകും എന്നുള്ളതാണ്. കാരണം ഡോളറിന് സ്ട്രെങ്ത് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് JPY മുകളിലോട്ട് പോകും. അതാണ് അതിനകത്തുള്ളൊരു എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇനി ഒന്നും കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് 154 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഒരു 4 മണിക്കൂറൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. അപ്പോൾ ന്യൂസ് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്നാലും ചെറിയ ലോട്ടുകൾ, ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ 0.1 ലോട്ടോ 0.2 ലോട്ടോ എടുത്ത് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ഭാഗ്യ പരീക്ഷണം നടത്താം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, കാരണം 154 സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കറിയാം 154 ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പാടുപെട്ട സാധനമാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഉറപ്പായിട്ട് മാറി നിൽക്കാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കത് ഒരു റിസ്ക് എടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ ക്യാപിറ്റലും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും എല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് അതല്ലേ. രണ്ടാമത് നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോയിൽ പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. യൂറോ ഒക്കെ ഭയങ്കരമായിട്ട് 1.0610 നിൽക്കുകയാണ്. ഇന്നലെ 1.0700 ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ലോസുകൾ ഉണ്ടാവും. ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. സ്റ്റോപ്പ് ലോസ് അടിച്ച് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. യൂറോയിൽ ഇനി അടുത്തൊരു തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ 1.0700 ക്രോസ് ചെയ്ത് 2 മാർക്കറ്റ് ടൈമിങ്ങിന് മുകളിൽ നിന്നാൽ മാത്രമേ നമുക്കത് യൂറോയിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇത്രയും ന്യൂസുകളും ഇത്രയും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടിട്ട്. GBPയും അതേ അവസ്ഥയിൽ തന്നെയാണ്. GBPയും താഴ്ന്ന് കുറേ നാളത്തെ ഏകദേശം ഒരു 2 months ലോയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2-3 months ലോയാണ് നിൽക്കുന്നത്. 1.2700 273 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ 1.2700 ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ്. ഇന്ന് ന്യൂസ് കഴിയുമ്പോഴും ന്യൂസ് കഴിഞ്ഞ് നാളെയും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.2700 അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, പക്ഷേ ഇപ്പം ഈ
ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം മാർക്കറ്റ് വളരെ ചെറിയൊരു നാരോ മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പം മാർക്കറ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്തായാലും. ഓക്കെ, ഇപ്പോഴും GBP ഞാൻ സെല് ചെയ്യാനായിട്ട് പറയുന്നില്ല, ബൈ തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഗോൾഡ് എന്തൊക്കെയോ കാണിക്കുകയാണ് അല്ലേ. ഗോൾഡ് ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2600 അടുത്ത് വെച്ച് നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 2592 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണമെന്ന് അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറയുമ്പോൾ 2592 അതിൻ്റെ താഴെയായിട്ട് $2-3 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് $2 സ്റ്റോപ്പ് ലോസ് ഇട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാകും. പക്ഷേ $3 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അൺസർട്ടൺ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഗോൾഡിൽ ഒരു $3-4 സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം. കാരണം ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ്. ചിലപ്പോൾ മാർക്കറ്റ് ഒരു $2 താഴെ പോയി ഒരു $3 അല്ലെങ്കിൽ $4 ഇടുന്നതായിരിക്കും സേഫ്റ്റി നമുക്ക്. ഓക്കെ, ഇനിയും നമുക്ക് 2600 അടുത്ത് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ബൈ ചെയ്യാം. 2692 താഴെയായിട്ട് ഓൾമോസ്റ്റ് 3 കഴിഞ്ഞ വട്ടം ലോ വന്ന് 2589 പോയിൻറ്റ് സം ചേഞ്ചാണ്. അത് നോക്കി അതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ ദിവസം തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. നമുക്ക് നാളെ വീണ്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ട്രേഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ടൊക്കെ എടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ്. വളരെ ചെറിയ ലോട്ടെടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു $100 ആയിരിക്കും അതിനകത്തൊരു നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ കാരണം CPIയുടെ ഒരു ന്യൂസ് വെച്ചിട്ട് ചിലപ്പം മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതിനകത്ത് അതും റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട്. ഇന്ന് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്താ പറയുക മാർക്കറ്റിനെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം JPYയിൽ 154 താഴോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ലോട്ട് അവിടെ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. എന്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ചെറിയ ലോട്ട് 0.1 ലോട്ടോ 0.2 ലോട്ടോ ഒക്കെ ട്രേഡേ ഇന്നത്തെ ദിവസം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. എന്ത് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞൊരു 4 മാസമായിട്ട് നമുക്ക് മാർക്കറ്റ് തന്നുകൊണ്ടിരുന്നത് ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു സമയത്ത് സപ്പോസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിലും മാർക്കറ്റ് ആ സ്ഥലത്തോട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇനിയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ബേസ്ഡ് മാർക്കറ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ബൈ 2600 ബൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയി 2500, 2400, 2300, 2200 ആ ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ലോസ് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനൊരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും കാലം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ മാർക്കറ്റിൽ കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. നാളെ എന്തായാലും നമുക്ക് വിശദമായിട്ട് കാണാം. നാളെ ടെക്നിക്കൽ ഡേ ആണ്. നാളെ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ബൈ.